ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇവിടെ നമ്മൾ ഇന്നൊരു ഫാം ഹൗസിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആ ഫാം ഹൗസിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു. അപ്പോൾ അധികം എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എവിടെയാണെന്ന് ഞാൻ റിപ്ലൈ പറഞ്ഞു മടുത്തു. റീൽസിലൊക്കെ ഇടുമ്പോഴത്തേനും നമ്മളിവിടെ ഗൂഡല്ലൂരാണ്, കേരള തമിഴ്നാട് ബോർഡർ ഗൂഡല്ലൂർ നീലഗിരിയിലാണ് കേട്ടോ. നമ്മൾ നീലഗിരി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. നീലഗിരി കേൾക്കാത്തവരായിട്ട് ആരുമില്ല. അത്രയ്ക്കും മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ് നീലഗിരി. ഊട്ടി നീലഗിരി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പം നമ്മളിവിടെ ചേട്ടായും അമ്മുക്കുട്ടി അപ്പുക്കുട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം ചെറിയൊരു ഔട്ടിംഗ് എന്നൊരു രീതി നമ്മളിങ്ങനെ ഇച്ചിരി മുട്ടയൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് മുട്ടയ്ക്ക് 8 രൂപ എങ്ങാണ്ടല്ലേ, 7 രൂപ 8 രൂപയൊക്കെയാണ്. പക്ഷെ നമുക്കിവിടെ 5 രൂപയും ചില്ലറയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ല ഫ്രഷ് മുട്ടയും അതുപോലെ തന്നെ കാട, അതുപോലത്തെ നല്ല ചിക്കന് പോർക്ക് ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ കുറേ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അതിനകത്താണ് നമ്മൾ ഈ ഫാം ഹൗസൊക്കെ ഉള്ളത്. പിന്നെ കുറേ കാലി സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ കൃഷിയൊക്കെ ഉണ്ട്, ഇഞ്ചി കൃഷിയൊക്കെ. കോഴീൻ്റെ വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വളത്തിനൊന്നും വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് വന്നിട്ട് ഊട്ടിയിലൊരു വൃക്ഷപ്പേട് സ്കൂളുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ഓർഗാനിക് ഫുഡ് ഇവിടെ നിന്നാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്. പാല്, അതുപോലെ തന്നെ മുട്ടയൊക്കെ, നോൺ വെജൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഈ ഫാമിൽ നിന്നാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇത് തുറപ്പള്ളിയിലാണ് കേട്ടോ. ഗൂഡല്ലൂരിൽ നിന്ന് കുറച്ച് പോയാൽ മതി. തുറപ്പള്ളി ടൗണിൽ നിന്ന് കുറച്ചൊരു ഉള്ളിലേക്ക് ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡിൽ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഫാം ഹൗസ് നല്ല രസമാണ് കാണാനായിട്ട് സ്ഥലങ്ങൾ കേട്ടോ. കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ല പുഴയൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെ തമിഴ്നാട്ടിലായിട്ട് മലയാളം സംസാരിക്കുന്നത്. നമ്മൾ തമിഴ്നാട് കേരള ബോർഡറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മോസ്റ്റ്ലി മലയാളീസാണ് അധികം ഉള്ളത്. കുറേ ആളുകളൊക്കെ ഞങ്ങളുടെ ഒക്കെ ഇവിടെ അടുത്തെല്ലാം മലയാളീസാണ്. പിന്നെ ഞങ്ങൾ മലയാളികൾ കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ മലയാളം സംസാരിക്കുക, ഞങ്ങൾ പഠിച്ചതെല്ലാം. അപ്പോൾ നമ്മൾ അച്ഛനമ്മമാരൊക്കെ ആയിട്ട് കേരളത്തിലായിരുന്നു, അവരെല്ലാം ഇവിടെ വന്ന് സെറ്റിലായി. അപ്പം നമ്മളിവിടെ തന്നെ ജനിച്ചതും വളർന്നതും എല്ലാം. ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ അമ്മച്ചിയൊക്കെ വന്നിട്ട് തൊടുപുഴയാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് ഇവിടെ വന്ന് കൊടിയേറി വന്ന് ഇവിടെ സ്ഥലമൊക്കെ മേടിച്ച് ഇവിടെ തന്നെ എല്ലാം സെറ്റിലായതാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ തമിഴ്നാട്ടുകാരായത്. അതൊരു അഭിമാനം കൂടെ ഉണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസിലാണല്ലോ നമ്മളുള്ളത്. നല്ല ശുദ്ധവായു ശ്വസിക്കാനും അതുപോലെ തന്നെ എവിടെ നോക്കിയാലും മനോഹരമായ സ്ഥലങ്ങളാണ്, പച്ചപ്പ് നിറഞ്ഞ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ടൗണിൽ എയർ പൊല്യൂഷനൊന്നും ഇല്ലാത്ത നമ്മൾ നല്ല വായു ശ്വസിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലത്ത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്തുനിന്ന് കുറച്ചൊരു പുഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പുഴയിൽ അപ്പുകൂട്ടനെയൊക്കെ ഒന്ന് കൊണ്ട് വെള്ളമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് ഓർത്തിട്ട് അപ്പോൾ നമ്മൾ ആ പുഴയിലേക്ക് ഇങ്ങനെ പോവാണ്. എല്ലാവരും ചോദിക്കേണ്ട മോനെ വയ്യാത്തതുകൊണ്ട് പുറത്തൊക്കെ പോകാൻ പറ്റുമോയെന്ന്. ഞങ്ങൾ പോകാറുണ്ട്. ഞങ്ങൾ കുഞ്ഞു ബേബി ആയപ്പോൾ തൊട്ടിട്ട് എവിടെ പോവാണെങ്കിലും അവൻ്റെ അടുത്തോണ്ട് തന്നെ പോവുള്ളൂ. പക്ഷേ ഇപ്പോൾ 10-14 വയസ്സായല്ലേ, അവന് അതിന് അനുസരിച്ചുള്ള ഹൈറ്റൊക്കെ ഉണ്ട്, വെയിറ്റ് ഇല്ല. അപ്പം എന്നാലും നമ്മൾ അവനെയും കൊണ്ടാണ് ഇങ്ങനെ പോകാറുള്ളത്. അപ്പോൾ അവനൊരു റിലാക്സ് ആവുമല്ലോ. അപ്പോൾ അവിടെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നല്ല രസമാണ് സ്ഥലങ്ങൾ കാണാൻ. അപ്പോൾ നമുക്ക് നടന്നു തന്നെ പോകാമെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരം എടുക്കും, അത് കഴിഞ്ഞ് ചേട്ടായി കുറച്ച് നേരം എടുക്കും. പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് എത്ര കഷ്ടമുള്ളൊരു സംഭവങ്ങളാണെങ്കിലും നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്കതെന്താവും, നമുക്കതൊരു ഇതായിട്ട് തന്നെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയേ ഇല്ല. നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെറിയൊരു ജോലിയാണെങ്കിൽ കഷ്ടത്തോടെ അയ്യോ അത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ നമുക്കത് വലിയൊരു സംഭവമായി മാറും. എത്ര വലിയൊരു സംഭവം കഠിനമായ ഒരു പണിയാണെങ്കിലും നമ്മളത് മനസ്സിൽ സന്തോഷം ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ പെട്ടെന്ന് തന്നെ തരണം ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മുക്കുട്ടിക്കാണെങ്കിലും ഭയങ്കര സന്തോഷത്തിലാണ്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ രണ്ടാൾക്കും പിന്നെ ഒരു രക്ഷയില്ല. വെള്ളത്തിൽ ഇറങ്ങണം, കുളിക്കണം, ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പം കുറച്ചും കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാടാണ് കേട്ടോ. ഫുള്ളും കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ്. അപ്പോൾ അവിടെ നല്ല തണുപ്പ്, ഐസ് പോലത്തെ വെള്ളമാണ്. ചോലയിൽ നിന്നൊക്കെ വരില്ലേ വെള്ളം, മലയിൽ നിന്നൊക്കെ വരുന്ന വെള്ളത്തിൻ്റെ പോലെ തന്നെ നല്ല കട്ട തണുപ്പാണ്. പക്ഷേ കുറച്ച് നേരം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നല്ല കൂളായിട്ടുണ്ടാവും. നല്ല ഉരുളൻകല്ലാട്ടോ, നല്ലൊരു മോഡലായിട്ടുള്ളൊരു കല്ലുകളാണ് അവിടെ, ഈ കുഞ്ഞു ഉരുള കല്ലുകൾ. അപ്പം നമ്മൾ അവിടെയൊക്കെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്ന്, വൈകുന്നേരം സമയമല്ലേ, അപ്പോൾ മൈൻഡൊന്ന് റിലാക്സ് ആവും, മക്കൾക്കും ഒരു സന്തോഷമാവും. ഇതൊക്കെ അല്ലേ ഉള്ളൂ ലൈഫിലല്ലേ. അപ്പോൾ നമ്മളങ്ങനെ പോയി. ഇതിലൊരു പാലം, ആദ്യം പാലമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു പാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. ഇരുമ്പിൻ്റെ ഇതൊക്കെ ആയിട്ട്, തൂണൊക്കെ ആയിട്ട് എന്തൊക്കെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മരത്തടിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു വലിയ ടിപ്പോ ലോറിയിൽ വെള്ളത്തിൽ കൂടെ ഇങ്ങനെയാണ് വണ്ടി വരുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ആണ് ആ ലോറിയും ലോഡുമായിട്ട് വരുന്നത്.
അപ്പോൾ പിന്നെ നമ്മൾ കുറേ സെൽഫിയൊക്കെ എടുത്ത് അപ്പുക്കുട്ടനായിട്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിക്കാണ്ട് ഒരു ഔട്ടിങ് വൈകുന്നേരത്തെ വാലന്റൈൻസ് ഡേയും കൂടി ആയിരുന്നു. ആ ദിവസമാണ് ഞങ്ങൾ പോയത്.